ഹലോ ഫ്രണ്ട്സ്, ഈ പുഷ്പമേളയൊക്കെ നടത്തി വരുന്ന പോലെ കേരളത്തിലെ ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ടൗണുകളിലും മറൈൻ എക്സ്പോയും നടത്തി വരുന്നുണ്ട്. കോട്ടയം നാഗമ്പട മൈതാനത്ത് ഇപ്പം നടത്തി വരുന്ന മറൈൻ എക്സ്പോയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഇതേ കാഴ്ചകളൊക്കെ തന്നെ ആയിരിക്കും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കാണാനാവുക. 120 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മറൈൻ എക്സ്പോ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഇതുപോലൊരു റോബോട്ടാണ് കേട്ടോ. ഇത് 2 എണ്ണം ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നോക്കി നിൽക്കാനായിട്ട്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കൂടെ വരികയും നമ്മുടെ അടുത്തേക്ക് ചാടി വരികയൊക്കെ ചെയ്യും. കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇവരെ കൂടാതെ പലതരം റോബോട്ട്സ് അവിടെ ഉണ്ടായിരുന്നു. കുട്ടി റോബോട്ട്സ് ഒക്കെ ടേബിളിന്റെ പുറത്തിരിപ്പുണ്ട്. എന്തായാലും സന്ദർശകർക്ക് ഭയങ്കര താല്പര്യം തോന്നുന്ന വിധത്തിൽ അവരെ നല്ല പോലെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് പലതരത്തിലുള്ള പക്ഷികളെയും ജന്തുക്കളെയാണ്. ഒരുപാട് അധികം ഒന്നും പറയാൻ പറ്റില്ല, എങ്കിലും വലിയ വലിയ കൂടുകളിലാക്കിയിട്ട് കുറച്ച് വെറൈറ്റി പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. ഒട്ടക പക്ഷിയൊക്കെ ഉണ്ടായിരുന്നു. ഈ പക്ഷികളെ മൃഗങ്ങളെയൊക്കെ കണ്ട ശേഷം പിന്നീട് നമ്മൾ കയറുന്നത് മറൈൻ എക്സ്പോ കാണാനായിട്ടാണ്. വലിയ വലിയ അക്വേറിയങ്ങളിലായിട്ട് വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അണ്ടർ വാട്ടർ ടണൽ പോലുള്ള ഈ ഒരു സ്പേസ് ആണ്. നമ്മുടെ തലയ്ക്ക് മീതെയായിട്ട് ഇതുപോലെ മീനുകളൊക്കെ നീന്തി കിടക്കുന്ന കാണാൻ നല്ല രസമാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ലപോലെ എൻജോയ് ചെയ്യും. ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ടണലിന്റെ ഓരോ ഭാഗത്ത് വരുമ്പോഴും പലതരത്തിലുള്ള മീനുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലത് കൂട്ടമായിട്ടും ചിലത് ഒറ്റയ്ക്കായിട്ടും ഒക്കെ കിടക്കുന്ന കാണാം. ഇതുപോലെ വലിയ മീനുകളെക്കാട്ടിലും കളർഫുൾ ആയിട്ടുള്ള കുഞ്ഞു മീനുകളുണ്ട്. അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. മീനുകളെ കൂടാതെ ലോബ്സ്റ്റർ, സ്റ്റാർ ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും മറൈൻ എക്സ്പോയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മത്സ്യകന്യകയാണ്. കൂടുതൽ ആളുകളും ഈ ഒരു ഏരിയയിലായിരുന്നു ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾ. അവർ കഥകളിലും ടിവിയിലും ഒക്കെ കണ്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ഒരു മെർമെയ്ഡിനെ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു കൗതുകം അവരുടെ കണ്ണുകളിൽ കാണാമായിരുന്നു. അങ്ങനെ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടക്കുന്നത് സാധാരണ എക്സിബിഷൻസിലൊക്കെ കാണാറുള്ളത് പോലെ കച്ചവടങ്ങളൊക്കെ നടക്കുന്ന ഏരിയയിലേക്കാണ്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളുടെയും വീട്ടുപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും ഫുഡ് ഐറ്റംസിന്റെയും ഒക്കെ ഇഷ്ടം പോലെ സ്റ്റോറുകൾ അവിടെയുണ്ട്. വെറൈറ്റി പ്രോഡക്ട്സുകൾ ഒരുപാട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ കാണുന്നത് ഹോട്ട് വാട്ടർ ബാഗുകളാണ്, വെള്ളം അബ്സോർബ് ചെയ്യുന്ന മാറ്റുകൾ, പലതരത്തിലുള്ള ഹൽവ, അച്ചാറുകൾ, പിന്നെ ഈ കാണുന്ന പോലെ കുട്ടികൾക്കായുള്ള വിനോദത്തിനും വിജ്ഞാനത്തിനും വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സുകൾ, പലതരത്തിലുള്ള ബാഗ്, വാലറ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഹിന്ദിക്കാരുടെ ഷോപ്പുകളൊക്കെയാണ്. പലരും ബാർഗെയിൻ ചെയ്തിട്ടൊക്കെയാണ് വാങ്ങുന്നത്. ലേഡീസിനും ജെന്റ്സിനും വേണ്ടിയിട്ടുള്ള വാലറ്റിന്റെയും ബാഗിന്റെയും ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അവർ നല്ല റേറ്റ് ഒക്കെ പറയും. ബാർഗെയിൻ ചെയ്തിട്ട് എല്ലാവരും കുറഞ്ഞ റേറ്റിനൊക്കെയാണ് വാങ്ങുന്നത്. പക്ഷെ സാധാരണ എക്സിബിഷൻസിനൊക്കെ കാണുന്ന പോലുള്ളൊരു തിരക്ക് ഞാൻ ചെന്നപ്പോൾ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എത്ര ദിവസം ഈ എക്സ്പോ നീണ്ടു നിൽക്കുമെന്ന് അറിയില്ല. കോലാപ്പൂരി ചെരുപ്പുകളുടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു അവിടെ. അത്യാവശ്യം നല്ല കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. സാധാരണ ഇതുപോലുള്ള എക്സിബിഷൻസിൽ കാണുന്നതിനെക്കാട്ടിലും വെറൈറ്റി ആയിട്ടുള്ള ജയ്പൂരി ചെരുപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് വാങ്ങിയാൽ എത്ര കാലം ലാസ്റ്റ് ചെയ്യുന്നൊന്നും അറിയില്ല. എങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ഇതുവരെ കണ്ട സ്റ്റോറുകളിൽ നിന്നൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് ഈ ചെരുപ്പിന്റെ സെക്ഷനിലായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഇവിടെയുള്ള ഷോപ്പുകളിൽ കിട്ടാത്ത ടൈപ്പ് ചെരുപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ പിന്നെയും മുന്നോട്ട് കുറേ സ്റ്റോറുകൾ ഉണ്ടായിരുന്നു. സ്വീറ്റ്സിന്റെയും പിന്നെ ചെടികളുടെ തൈകളുടെയും ഒക്കെ സ്റ്റോർ ഉണ്ടായിരുന്നു. ഡ്രസ്സിന്റെ സ്റ്റോറുകളൊന്നും അധികം ഉണ്ടായില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഈ ബെഡ്ഷീറ്റിന്റെയും ലുങ്കിയും മുണ്ടും ഒക്കെ വെക്കുന്ന ചെറിയൊരു സ്റ്റോർ ആയിരുന്നു. ബുക്സിന്റെ വലിയൊരു കളക്ഷൻ ഉണ്ട്. അതിൽ തന്നെ കുട്ടികൾക്കായിട്ട് പ്രത്യേക ഒരു സെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടുള്ളത് സ്റ്റേഷനറി ഐറ്റംസും ടോയ്സും ലേഡീസിനുള്ള കോസ്മെറ്റിക്സും ഓർണമെന്റ്സും ഒക്കെയുള്ള ചെറിയ ചെറിയ സ്റ്റോറുകളാണ്. പിന്നെ എല്ലാ എക്സിബിഷൻ സെന്ററുകളിലും കാണാം ഇതുപോലെ മൈലാഞ്ചി ഇടുന്ന പരിപാടി. കുഞ്ഞി പെമ്പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു സംഗതിയാണിത്. ഇതോടുകൂടി സെയിൽസിന്റെ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കോർട്ടിലേക്കാണ് കിടക്കുന്നത്. ഇവിടെയും സാധാരണ എക്സിബിഷനിലൊക്കെ ഉള്ള പോലെ ഒരുപാട് ഷോപ്പുകളൊന്നും കണ്ടില്ല. കുറച്ച് ഫുഡ് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കിടക്കുന്നത് കുട്ടികൾക്കായിട്ടുള്ള സ്പെഷ്യൽ ഏരിയയിലേക്കാണ്. ഇവിടെ ഒരുപാട് റൈഡ്സ് ഒക്കെ ഉണ്ട്. ഓരോ റൈഡിൽ കയറാനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് കോട്ടയം നാഗമ്പടത്ത് നടക്കുന്ന മറൈൻ എക്സ്പോയുടെ വിശേഷങ്ങൾ. ഒരു 2 മണിക്കൂർ ചെലവഴിക്കാനുള്ള സംഗതികളൊക്കെ ഇതിനകത്തുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രം ശ്രുതി.